പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 19 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ. സ്തോത്രം. കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്നു. അനർത്ഥങ്ങളിൽ നമ്മളെ വിടുവിച്ചു. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ പരിപാലിച്ച കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച കർത്താവിന് കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് സ്തോത്രം പറ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട്, അവൻ ജയോത്സവമായി നടത്തുന്നതിനായിട്ട്, അവൻ എല്ലായിടത്തും കർത്താവിന്റെ സൗരഭ്യവാസനം വെളിപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം നമ്മളെ ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞാൽ യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞ് യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്. ഞാൻ സങ്കീർത്തനക്കാരൻ 34 പറഞ്ഞ് ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. നന്ദിയോടെ അല്പസമയം കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. തന്ന നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവ് തന്ന കുടുംബജീവിതത്തിനായിട്ട് സ്തോത്രം പറ. കർത്താവ് തന്ന ജീവിത പങ്കാളിക്കായിട്ട്, ദാനമായി തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട്, കർത്താവ് തന്ന പാർക്കാൻ തന്ന സ്ഥലത്തിനായിട്ട്, വാഹനങ്ങൾക്കായിട്ട് ഒക്കെ സ്തോത്രം പറഞ്ഞാട്ട് എല്ലാ നന്മകൾക്കും അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. താങ്ക് യു ലോർഡ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ പ്രാണപ്രിയനും ഞങ്ങളുടെ ആത്മമണവാളനുമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അപ്പ ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ദിവസം കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വ്യക്തിപരമായി ഇന്ന് പകൽ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ പ്രത്യേക ദൈവകൃപ വ്യാപരിക്കണം. രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കണ്ണിന്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് തിമിരത്താൽ ബുദ്ധിമുട്ടുന്നവർ ആമേൻ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുകൂടാതെ ഡയബറ്റിസ് മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളാൽ കണ്ണിന്റെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നവർ, കണ്ണിന്റെ കാഴ്ച ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിന്റെ കാഴ്ച യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. കണ്ണിന്റെ കാഴ്ച യേശുവിൻ നാമത്തിൽ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ആമേൻ. ഹീലാകാതിരിക്കുന്ന ഉണങ്ങാതിരിക്കുന്ന മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഹീലാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബെഡ് സോറുകൾ ഹീലാകട്ടെ. മാത്രമല്ല ആന്തരിക മുറിവുകൾ, ഹൃദയത്തിനകത്ത് ആമേൻ മനസ്സിനകത്ത് കിടക്കുന്ന മുറിവുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഹീലാകട്ടെ. എന്നോട് അവർ ചെയ്തത് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആന്തരികമായ മുറിവുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഹീലാകട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അവൻ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ചില വിഷയങ്ങളുടെ മേൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുടെ മേൽ ദൈവിക അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം നടക്കട്ടെ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നതിന് സ്തോത്രം. ലോകവ്യാപകമായി കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാർക്കായിട്ട് സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊയ്ത്തിന്റെ യജമാനനായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. വേലക്കാരെ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരണമേ, മഹത്വപൂർണ്ണമായി തീരണമേ. അനേകർ വിടുവിക്കപ്പെടുവാൻ, ആശ്വാസം പ്രാപിക്കുവാൻ, ആമേൻ, അനേകർക്ക് സന്തോഷവും സമാധാനവും ലഭിപ്പാൻ ഇന്നത്തെ മീറ്റിംഗ് മുഖാന്തരമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട്. രാത്രി ഇന്ത്യൻ സമയം 9:30 ആരംഭിക്കും. താമസിപ്പിക്കല്ലേ. നിങ്ങൾ കറക്റ്റ് സമയത്തിന് അതിൽ പങ്കാളികളായാൽ നിങ്ങളുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായിരിക്കും. മറ്റുള്ളവരോട് പറയണം, ദൈവനാമം മഹത്വപ്പെടണം. ആമേൻ. നമുക്ക് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 3 വാക്യങ്ങൾ നമ്മൾ വായിക്കാം. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്തുവാ?
എപ്പോഴും സന്തോഷിക്കും. എനി സർക്കംസ്റ്റാൻസസ്, സാഹചര്യം എന്താണെന്നൊന്നും വിഷമമില്ല, എന്റെ കൂടെ കർത്താവുണ്ട്. ആമേൻ. എന്റെ കൂടെ കർത്താവുണ്ട്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും കാരാഗ്രഹത്തെ കണ്ടിരുന്നെങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ അവരുടെ കൂടെയുള്ള കർത്താവിനെ കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. അവർ ദൈവത്തിന് സ്തോത്രം പാടി. അടുത്തത്, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. ആമേൻ. ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. കാരണം യേശുവിന് നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ വിഷയങ്ങളിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എന്നിട്ട് പറയാം, എല്ലാത്തിനും സ്തോത്രം ചെയ്യും. എന്താണെങ്കിലും അതിനെന്ത് ചെയ്യണം? കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. കാരണം എല്ലാം നിങ്ങൾക്ക് നന്മയ്ക്കായിട്ട് മാത്രമേ കർത്താവ് ചെയ്യുകയുള്ളൂ. സ്തോത്രം. ഒന്നും നിങ്ങൾക്ക് തിന്മയ്ക്കായിട്ട് കർത്താവ് ചെയ്യുകയില്ല. അതുകൊണ്ട് എല്ലാത്തിനും എന്ത് ചെയ്യണം? കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാത്തിനും നടുവിൽ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. അപ്പൊ നമ്മൾ ഇന്ന് കവിഞ്ഞൊഴുകേണ്ടത് എന്തുവാ? സ്തോത്രമാണ്. പിറുപിറുപ്പല്ല കവിഞ്ഞൊഴുകേണ്ടത്, നെഗറ്റീവായ കാര്യങ്ങളല്ല കവിഞ്ഞൊഴുകേണ്ടത്. നമ്മൾ ഇന്ന് സ്തോത്രം എപ്പോഴും കവിഞ്ഞൊഴുകണം. കർത്താവെ, നീ എനിക്ക് തന്ന ഈ ദിവസത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് എനിക്ക് തന്ന ആരോഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, എനിക്ക് തന്നിരിക്കുന്ന ഓരോ സാഹചര്യങ്ങൾക്കും ആമേൻ നന്ദി കർത്താവെ. ഒരു പക്ഷെ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന സാഹചര്യമാണെങ്കിൽ പോലും ദൈവം അതിനെ നന്മയാക്കി മാറ്റുവാൻ കഴിവുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിലും നമ്മൾ സ്തോത്രം പറയുന്നവരായിരിക്കണം. 34-ാം സങ്കീർത്തനത്തിൽ ഇന്ന് ആരംഭത്തിൽ പറഞ്ഞതുപോലെ ദാവീദ് പറയുക, ഞാൻ എല്ലാ കാലത്തും കർത്താവിനെ സ്തുതിക്കും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോടുള്ള ആ ബന്ധം ശക്തമാക്കുവാൻ, ദൈവത്തോട് നമുക്ക് കൂടുതൽ അടുത്തു വരുവാൻ അവൻ ഏറ്റവും എളുപ്പ വഴി കർത്താവിന് നന്ദി പറയുക എന്നുള്ളതാണ്. 1. 2, ഹല്ലേലൂയ. ഇതൊരു വൈകാരികമായ ഇടപെടലാകരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ശീലമായി മാറും. ചിലര് ഇന്ന് കുറച്ചു നേരമൊക്കെ നന്ദി പറയും, ഇന്നത് കേട്ടത് കൊണ്ട് കുറച്ചു നേരം സ്തോത്രം പറയുന്നു. ഇത് നിങ്ങൾ എപ്പോഴും കർത്താവിന് സ്തോത്രം ചെയ്യണം. കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മകൾക്കായിട്ട്, കർത്താവ് നിങ്ങളെ നടത്തിയതിനായിട്ട്, കർത്താവിന്റെ കൃപയ്ക്കായിട്ട്, കർത്താവിന്റെ കരുണയ്ക്കായിട്ടൊക്കെ നാം നിരന്തരം കർത്താവിനെ നന്ദി പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ അതൊരു സിസ്റ്റമാക്കി മാറ്റണം. ഞാൻ കർത്താവിന് സ്തോത്രം പറയും. ആമേൻ. അതുപോലെ മനുഷ്യരോടും നമ്മൾ നന്ദി പറയണം. നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനോട് നന്ദി പറയുവാൻ എപ്പോഴും നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മൾ പലപ്പോഴും അത് മറന്നുപോകും. അങ്ങനെയല്ല, മറക്കരുത്. താങ്ക് യു പറയാൻ പഠിക്കണം. ദൈവത്തോട് നന്ദി പറയുന്നവൻ പഠിക്കണം, മനുഷ്യനോട് നന്ദി പറയാൻ പഠിക്കണം. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ടു പോകുന്ന ഒരു ജീവിതമായി മാറണം. അപ്പൊ ചോദിക്കും, എന്തിനൊക്കെ നന്ദി പറയും? ഈ ശ്വാസം എടുക്കുന്നതിന് നന്ദി പറഞ്ഞുകൂടെ? കർത്താവെ, എനിക്കിങ്ങനെ ശ്വാസം സ്വതന്ത്രമായിട്ടെടുക്കാൻ കർത്താവ് കൃപ ചെയ്തില്ലേ, അതിന് ഞാൻ നന്ദി പറയുന്നു കർത്താവെ. അത് നമ്മൾ ഓർക്കുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശ്വാസം എടുക്കുന്നത് ശ്വാസം മുട്ടലുള്ളവരോട് ചോദിക്കണം, അവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ ശ്വാസം എടുക്കാൻ ദൈവം കൃപ തരുന്നതിന് സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ എല്ലാത്തിനും സ്തോത്രം പറയുക, എല്ലാത്തിനും സ്തോത്രം പറയുക. അതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ആമേൻ. കർത്താവ് നിങ്ങളെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനും സ്തോത്രം പറയുന്ന ഒരു ശീലമുള്ളവരായി തീരുക കേട്ടോ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.